BSLP MSLP കഴിഞ്ഞ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീച്ച് എലിവേറ്റ്സ് എന്നൊരു ആഡ് ഓൺ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് നമുക്ക് കോഴ്സിൽ വന്നിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തേർഡ് ബാച്ചിൻ്റെയും ഫോർത്ത് ബാച്ചിൻ്റെയും അഡ്മിഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ആഡ് പോയ സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സും എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കോഴ്സ് എടുക്കുന്നത്, ഈ കോഴ്സ് എടുക്കുമ്പം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. BSLP MSLP കോഴ്സ് കഴിയുമ്പം നമുക്ക് കൂടുതലും തിയറി നോളജസ് ആണ് ഉണ്ടാവുന്നത്. പ്രാക്ടിക്കലി ഇത് എങ്ങനെ ഇടണം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. ഞാനാണെങ്കിലും സെയിം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഈ ഒരു കോഴ്സ് നമ്മൾ മെയിൻലി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കലി എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ തെറപ്പീസ് എടുക്കാൻ പറ്റും, ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ബേസിക് തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ എക്സ്ട്രാ ആഡ് ഓൺ കോഴ്സസ് കണ്ടിട്ടുണ്ട്. OPT ആണെങ്കിലും ഗസ്റ്റർ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണെങ്കിലും പ്രോംപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല. സോ ഇതിൻ്റെയൊക്കെ ബേസിക്സ് കവർ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് സെഷൻസും മോക്ക് പ്രാക്ടിക്കൽ സെഷൻസും എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സ് BSLP MSLP ഗ്രാജുവേറ്റ്സിന് മാത്രമല്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിനും ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് നമുക്കുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യാം.